ഇടത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പാമ്പനാട്ടിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഇടത് കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്ത സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് അഭിവാദ്യ സമ്മേളനം സംഘടിപ്പിച്ചു. 1964 ഭൂപതിവ് ചട്ട ഭേദഗതിയും 1993 വനഭൂമി കുടിയേറ്റ ക്രമീകരിക്കൽ നിയമവും ചട്ടവും ഭേദഗതി ചെയ്തുകൊണ്ട് 2025 ഓഗസ്റ്റ് 27 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകിയത്. ഇതിലൂടെ പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ ജനവിഭാഗങ്ങൾക്ക് നിലനിൽക്കുന്ന നിർമ്മാണ രംഗത്തെ തടസ്സം ഇല്ലാതാവുകയാണ്. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്ത മന്ത്രിസഭയെ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി പാമ്പനാട്ടിൽ നടന്ന അഭിവാദ്യ സമ്മേളനം കർഷക സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NS പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കോൺഗ്രസും അതേപോലെ കേന്ദ്ര കോൺഗ്രസ് സർക്കാരുകൾ പലപ്പോഴും പല നിയമങ്ങളും പാസാക്കിയിട്ടുള്ളത് ഇടുക്കിയിലെ കർഷകർക്ക് ഗുണത്തിന് വേണ്ടിയാണ്. 1960 പട്ടം താമുള്ള ഒരു സംസ്ഥാനത്ത് വിപുലീകരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പട്ടയ ദേശീയ നിയമം കൊണ്ടുവരാൻ പരിശ്രമം നടത്തിയത്. അത് പൂർത്തിയാക്കുന്നത് രണ്ടുപേരാണ്, മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരാണ്. 1964 ശങ്കറും ശങ്കറും 1993 K കരുണാകരനുമാണ് ആ പട്ടയ നിയമം പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയത്. പക്ഷെ ആ പട്ടയ നിയമത്തിന്റെ വിഷയം എന്ന് പറയുമ്പോൾ ആ കൃഷിക്കാരൻ കൈയേറിയ പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ ആ പട്ടയത്തിൽ കൃഷി ചെയ്യാൻ വീട് നിർമ്മിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. മറ്റൊരു ഹോം സ്റ്റേ ചെയ്യാനോ ഒരു സ്റ്റോർ നിർമ്മിക്കാനോ മറ്റൊന്നിനും അവകാശമില്ല. അങ്ങനെ ഇരിക്കുകയാണ് പട്ട അധികാരത്തിൽ വന്നപ്പോൾ ഇതിനെതിരായ നിലപാട് സ്വീകരിച്ചു. അഭിവാദ്യ സമ്മേളനത്തിൽ കർഷക സംഘം ഏരിയ ട്രഷറർ YM ബെന്നി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A രാമൻ, NK ബിനുകുമാർ, EJ കൊച്ചുമോൻ, കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് PA രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രത്തിലും അഭിവാദ്യ സദസ്സ് സംഘടിപ്പിക്കുകയാണ് എന്ന് ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.